അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വരാജിനെതിരെ വലിയ വിമർശനം ആരോപണം പി.വി. അൻവർ പടച്ചുവിടുന്നു. മാധ്യമങ്ങൾ പോലും ഏറ്റെടുക്കുന്നു. കവളപ്പാറയിൽ ദുരന്തമുണ്ടായപ്പോൾ പി.വി. അൻവറിനെതിരെയല്ല, സ്വരാജിനെതിരെ. സ്വരാജിനെ അവിടെയൊന്നും കണ്ടില്ല പോലും. അപ്പോൾ അൻവറിന് തന്നെ ചില പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സ്വരാജ് അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിന്റെ തെളിവായി വരുന്നു. അപ്പോൾ ഇന്നത്തെ അൻവറിന്റെ ചെക്ക് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? മുണ്ടെടുത്ത സ്വരാജിനെ നിങ്ങൾ എല്ലായിടത്തും, അതായത് വെള്ളമുണ്ടെടുത്ത സ്വരാജിനെ നിങ്ങൾ കണ്ടു കാണും. കൈലിമുണ്ടെടുത്ത സ്വരാജിനെ കാണിക്കാനാകുമോ എന്ന്? എന്തൊരു രാഷ്ട്രീയമായ അധപതനത്തിലേക്ക് അൻവറിനെ പോലൊരു നേതാവ് എത്തിയിരിക്കുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ താങ്കൾ. അല്ല, അദ്ദേഹം ഈ പറയുന്ന പൊളിറ്റിക്കലി അദ്ദേഹം ഇറാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴല്ല, കുറച്ച് ദിവസമായി. അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം കൂടെ പറഞ്ഞാൽ വളരെ വ്യക്തമായി ഇതിന് ചർച്ചയ്ക്ക് ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ പോയിന്റ്സിനൊരു ഒരു പ്രോപ്പർ പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരാൻ പറ്റും. എന്ത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം വിചാരിച്ചത് ഇവിടുന്ന് പരമാവധി കുത്തിത്തിരിപ്പുണ്ടാക്കി ഇറങ്ങിപ്പോവുക, UDF കയറുക, UDF അടുത്ത പ്രാവശ്യം നിലമ്പൂർ മത്സരിക്കുക, നിലമ്പൂർ അടുത്ത പ്രാവശ്യം മത്സരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന രാജിവെച്ച് മത്സരിക്കുക, അടുത്ത പ്രാവശ്യം ഒരു മന്ത്രിയാകുക. ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ആ സംഭവം കയ്യിൽ നിന്ന് പരാജയപ്പെട്ടത് അപ്പുറത്ത് കുറച്ച് പേർ ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്നുള്ളതാണ്. ആ നിൽക്കുന്ന ആൾക്കാർക്കെതിരെ അദ്ദേഹം വീണ്ടും അധിക്ഷേപം തുടങ്ങി. ഇത് ഇപ്പുറത്തു നിന്ന് പോകാൻ ഒരു കാരണം, ഒരു പൊളിറ്റീഷ്യൻ ഇപ്പുറത്തു നിന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു കാരണം വേണം, ഒരു സബ്സ്റ്റാൻഷ്യൽ റീസൺ വേണം. ആ സബ്സ്റ്റാൻഷ്യൽ റീസൺ ഏതേലും തരത്തിൽ അൻവർ ഈ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോപണം കുറേ പറയുക, അയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു, അതിപ്പം വി ഡി സതീശൻ എല്ലാ ദിവസവും പറയുന്നില്ലേ? വി ഡി സതീശൻ തന്നെ മറ്റാൾക്കാരെ കുറിച്ച് പറയുന്നില്ലേ? രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആണ്. ഇപ്പോൾ വി ഡി സതീശൻ പിണറായിസത്തിനെതിരെ എതിർക്കുന്നു. പിണറായിസം എന്ന് പറയുന്ന ഡെഫിനിഷനിൽ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങൾ കാണാം, നമ്മൾ പറയുന്ന ഡെഫിനിഷനിൽ വേറെ വ്യത്യാസം കാണാം. വിമർശനങ്ങളുണ്ടാവും, ബഹളങ്ങളുണ്ടാവും, തർക്കങ്ങളുണ്ടാവും. പക്ഷേ ആ രീതിയിലല്ല അൻവർ അവതരിപ്പിക്കുന്നത്. അതാണ് അടുത്ത പ്രശ്നം. ഒരു നോർമൽ ആൾ സംസാരിക്കുന്ന രീതിയിൽ അല്ല അൻവർ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ആ അബ്നോർമലായിട്ട് പ്രസന്റ് ചെയ്യുന്ന, അബ്നോർമൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാനസിക പ്രശ്നം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. അത് കഴിയുമ്പോൾ വി ഡി സതീശൻ ഉമ്മ കൊടുക്കുന്നു. വി ഡി സതീശൻ ഉമ്മ കൊടുത്തു കഴിയുമ്പോഴത്തേന് അദ്ദേഹം പറയും പിന്നെ ആ ഉമ്മ കൊടുത്ത് ശരിയായില്ല, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഉമ്മ കൊടുത്തു എന്ന് പറയും. അങ്ങനെ വളരെ മോശമായ രീതിയിലാണ് വി ഡി സതീശനെ കുറിച്ചും അൻവർ പറഞ്ഞതെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എനിക്കതിനകത്ത് ഒരു തെറ്റുമില്ല, എനിക്കൊരു കൺഫ്യൂഷൻ പോലും ഇല്ല. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അൻവറിനെ പോലെ ഒരാൾ, ഒരു MLA ആയിരുന്ന ഒരാൾ ഇങ്ങനെ പറയാവോ? പറയാൻ പാടില്ല. ആ പറയാൻ പാടില്ല എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണവും അല്ലെങ്കിൽ സ്വരാജിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരോപണത്തിനും ബാധകമാണെന്നുള്ളതാണ്. അപ്പുറത്ത് അല്ലെങ്കിൽ അൻവർ ഇവിടെ നിന്ന് പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അൻവർ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് പോയി അദ്ദേഹത്തെ അകത്ത് കയറ്റാൻ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, അല്ലേ? ഈ സതീശൻ ഒഴിച്ച്, ഇന്നത്തെ ഡെഫിനിഷൻ അല്ല, മിനിഞ്ഞാന്നത്തെ ഡെഫിനിഷൻ അനുസരിച്ച് സതീശൻ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് സതീശൻ നയിക്കുന്നതിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പം അവസാന അമിക്കബിൾ സെറ്റിൽമെന്റ് ആണ് ഇന്നലെ സതീശൻ രാഹുൽ മാങ്കൂട്ടം വഴി നോക്കിയെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കാര്യം സതീശൻ നോക്കുന്നത് എന്താ? സതീശന്റെ തടി കഴിച്ചിലാക്കാനാണ് സതീശൻ നോക്കുന്നത്. സതീശന്റെ തടി കഴിച്ചിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം നിലമ്പൂരിൽ നിന്നുണ്ടോ? കാര്യം കോൺഗ്രസിന്റെ രാഷ്ട്രീയം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഈ പറയുന്ന കടുംപിടുത്തം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പൊസിഷൻ പോകും. ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്ത് നോക്കൂ. ഉമ്മൻചാണ്ടി കേന്ദ്രവുമായി AICC-യുമായി തർക്കിച്ച് സീറ്റ് മേടിച്ചതാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് അന്ന് പിന്നീട് ഒത്തിരി പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്നൊരു പ്രശ്നം വി ഡി സതീശനും നേരിടുന്നുണ്ട്. വി ഡി സതീശൻ എല്ലാവരും അക്സെപ്റ്റബിൾ ആയിട്ട് നിൽക്കുന്ന വെൽ എംബ്രേസിംഗ് ലീഡർ അല്ല കോൺഗ്രസിൽ. കോൺഗ്രസിൽ വി ഡി സതീശനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഇൻക്ലൂഡിങ് രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഈ പറയുന്ന കെ മുരളീധരൻ, അല്ലെങ്കിൽ സുധാകരൻ, ഇവരൊക്കെ വി ഡി സതീശനെ എതിർക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വി ഡി സതീശനെ എതിർക്കുമ്പം ഇവിടെ ഏതെങ്കിലും ഒരു തരത്തിൽ സെറ്റിൽമെന്റ് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കൺസീലിയേഷനിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അതിനകത്തൊരു ബുദ്ധിമുട്ട് വരും എന്ന് കൃത്യമായിട്ട് അറിയാം.